എല്ലാവർക്കും ടെസ്റ്റിംഗ് ബഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വൈ ഈസ് ടെസ്റ്റിംഗ് റിക്വയർഡ്? എന്തിനാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആവശ്യം? സോഫ്റ്റ്വെയർ ടെസ്റ്റിന്റെ ആവശ്യകത എന്താണ്? ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ കരിയർ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഇന്റർവ്യൂസ് നോക്കുന്നവരൊക്കെ ആണെങ്കിലും വർക്കിംഗ് പ്രൊഫഷണൽസ് എല്ലാവരും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാലും നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് നേരിട്ട് പോകാം. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള 5 പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് എന്താണ്? ടെസ്റ്റിംഗ് പ്രൊവൈഡ്സ് ആൻ അഷുറൻസ് ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ദാറ്റ് ദ പ്രൊഡക്റ്റ് വർക്ക്സ് ആസ് ഇന്റൻഡഡ്. അതായത് ടെസ്റ്റിംഗ് എന്താണെന്ന് വിളിക്കുന്നത് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. ആർക്കാണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സിന്. ആ ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും, അതുമായി ബന്ധപ്പെട്ട കമ്പനി, അതിൻ്റെ ക്ലയൻസിന്, കസ്റ്റമേഴ്സിന്, ആ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഷെയർ ഹോൾഡേഴ്സിന്, എല്ലാവർക്കും ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. എന്താണ്? ആ ഒരു പ്രൊഡക്റ്റ് ആ ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ കസ്റ്റമർ അല്ലെങ്കിൽ കമ്പനി ഉദ്ദേശിച്ച പോലെ തന്നെയാണ് ആ പ്രൊഡക്റ്റ് ഫൈനലായി ഡിസൈനായിട്ട് ഡെലിവർ ആകുന്നത് എന്നുള്ള ഉറപ്പ് കിട്ടാനാണ് ടെസ്റ്റിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എന്താണ്? അവോയ്ഡബിൾ ഡിഫക്ട്സ് ലീക്ക്ഡ് ടു ദ എൻഡ് യൂസർ കസ്റ്റമർ വിത്തൗട്ട് പ്രോപ്പർ ടെസ്റ്റിംഗ് ആഡ്സ് എ ബാഡ് റെപ്യൂട്ടേഷൻ. അതായത് നമുക്ക് ഒഴിവാക്കാവുന്ന, അവോയ്ഡ് ചെയ്യാവുന്ന ഡിഫക്ട്സുകൾ, ചെറിയ ചെറിയ ബഗ്ഗുകൾ എന്തുണ്ടാവുന്നു? ടെസ്റ്റിംഗ് ചെയ്തില്ലെങ്കിൽ എൻഡ് യൂസർക്ക് ലീക്കായി പോയിട്ട് നമ്മുടെ കമ്പനിക്ക് റെപ്യൂട്ടേഷനെ ബാധിക്കുകയാണ്, ഒരു ബാഡ് ഇംപ്രഷൻ വരികയാണ്. അത് ഒഴിവാക്കാൻ പറ്റും ടെസ്റ്റിങ്ങിലൂടെ. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു സ്റ്റുഡൻസിനുള്ളൊരു ലേണിംഗ് ആപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ടെസ്റ്റേഴ്സിൻ്റെ ഒരു ടെസ്റ്റിംഗ് പ്രോപ്പർ അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ലേണിംഗ് ആപ്പ് സ്കൂളുകൾക്ക് നമ്മൾ കൊടുത്തു, സപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് സ്കൂളിൽ വെച്ച് ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ലേണിംഗ് ആപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഡിഫക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാ സ്കൂളുകാരും ആ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എറർ, ഡിഫക്റ്റ് റിപ്പോർട്ട് ചെയ്യുകയും ആ ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇംപ്രഷൻ അവിടെ ഇരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ മനസ്സിലും ടീച്ചേഴ്സിൻ്റെ മനസ്സിലും ഒക്കെ മോശമായിട്ട് വരികയാണ്. അപ്പോൾ എന്താണ്ടാവും? അത് ഡെലിവറി ചെയ്ത കമ്പനിയുടെയും റെപ്യൂട്ടേഷനെ ബാധിക്കുകയാണ്. ഇതൊക്കെ ഒഴിവാക്കാനാണ് മെയിൻലി നമ്മൾ ടെസ്റ്റിംഗ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സെക്കൻഡ് പോയിന്റ് റെപ്യൂട്ടേഷൻ. ഓക്കെ, തേർഡ് പോയിന്റ് എന്താണ്? ഡിഫക്ട്സ് ഡിറ്റക്റ്റഡ് ഏർലിയർ ഫേസ് ഓഫ് SDLC റിസൾട്ട് ലെസർ കോസ്റ്റ് ആൻഡ് റിസോഴ്സ്. അതായത് നമുക്ക് SDLCനെ കുറിച്ച് അറിയാം, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് സ്റ്റേജുകളെയാണ് നമ്മൾ SDLC എന്ന് പറയാം. സിംപ്ലി പറയുകയാണെങ്കിൽ എന്താണ്? റിക്വയർമെന്റ് ഗാദർ ചെയ്യുന്നു, ഒരു കോഡ് ഡിസൈൻ ചെയ്യുണ്ടാക്കുന്നു, കോഡ് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു, പിന്നെ അതിന്റെ മെയിൻ്റെനൻസ്. ഇതാണ് SDLCയുടെ സ്റ്റേജുകൾ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണു? നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യണോണ്ട് എന്ത് ഗുണം? ആ ഡിസൈൻ ചെയ്ത് കോഡിങ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഏർലിയർ സ്റ്റേജ്, ഒരു ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഓരോ ഇനീഷ്യൽ ലോജിക്കുകളിൽ തന്നെ ഉണ്ടാകുന്ന തെറ്റുകൾ കണ്ടുപിടിച്ചാൽ നമുക്കത് തിരുത്താൻ വളരെ എളുപ്പമാണ്. അതേസമയം നമ്മൾ ടെസ്റ്റിംഗ് ലാഗാവുകയാണെങ്കിൽ തെറ്റുകളുടെ മേലെ തെറ്റുകൾ കയറി കയറി എന്ത് ചെയ്യും? അത് പിന്നെ സോൾവ് ചെയ്യാനും റിസോൾവ് ചെയ്യാനുള്ള സമയവും കോസ്റ്റും കൂടി വരും. പിന്നെ നമുക്ക് ടൈമിൽ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യാനും പറ്റില്ല. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇനി നമുക്ക് എന്ത് പറയാം? നാലാമത്തെ പോയിന്റിനെ കുറിച്ച് പറയാം. എന്താണ്? സേവ്സ് ഡെവലപ്മെന്റ് ടൈം ബൈ ഡിറ്റക്റ്റിംഗ് ഇഷ്യൂസ് ഇൻ എൻ ഏർലിയർ ഫേസ് ഓഫ് ഡെവലപ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. നമ്മളൊരു SDLCയുടെ ഏർലി സ്റ്റേജിലൊരു ഡിഫക്റ്റ് ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഇഷ്യൂ ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? അതായത് എന്താണ്? അപ്പോൾ നമ്മൾ ഏർലി സ്റ്റേജിൽ തന്നെ ഡിഫക്റ്റ്, ബഗ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കത് റിസോൾവ് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. അപ്പോൾ അതിന് വളരെയധികം ടൈം ലാഭിക്കാൻ പറ്റും. സമയം കൂടുന്തോറും ആ ഒരു ബഗ് റിസോൾവ് ചെയ്യാനും കൂടുതൽ സമയമെടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഏരിയകളിലേക്ക് അത് എഫക്റ്റ് ചെയ്യും. കാരണം നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിൻ്റെ ഒരു സ്റ്റേജിലുള്ള ബഗ് തിരുത്താതെ പോയാൽ പിന്നെ അതുമായി കണക്ട് ചെയ്തിട്ടായിരിക്കും വീണ്ടും ബ്ലോക്കുകൾ സോഫ്റ്റ്വെയറിൻ്റെ അടുത്ത സെക്ഷൻ പണിത് പോവുക, ഡെവലപ്പ് ചെയ്ത് പോവുക. അപ്പം ഇതിലുള്ള തെറ്റ് ബാക്കി എല്ലായിടത്തേക്കും ബാധിക്കാൻ, എഫക്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ലാസ്റ്റ് പോയിന്റ്, the testing team adds another dimension to the software development by providing a different viewpoint.
അതായത് നമുക്ക് എപ്പോഴും ഈ ടെസ്റ്റിംഗ് എന്ത് ചെയ്യാണ്, ടെസ്റ്റിംഗ് ടീം ഒരു പുതിയൊരു ഡയമെൻഷൻ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് പുതിയൊരു ഡയമെൻഷൻ കൊടുക്കുകയാണ്. അതായത് ഈ ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഒരു ഡെവലപ്പർ മാത്രം ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ േക്കാളും കൂടുതലായിട്ടുള്ള വേറൊരു വ്യൂ പോയിന്റിൽ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കാണുകയും അതിൻ്റെ ന്യൂനതകൾ കണ്ടുപിടിക്കുകയും എന്തൊക്കെ പുതിയ ബെറ്റർ പെർഫോമൻസിന് എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാം, എവിടേക്കാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള വരുന്ന ഡ്രോബാക്സ് എല്ലാം ഒരു ടെസ്റ്റർക്ക് കണ്ടുപിടിക്കാനും അത് സജഷൻ കൊടുത്ത് കൂടുതൽ നന്നാക്കാനും പറ്റും. ഡെവലപ്പർ മാത്രമാണെങ്കിൽ അതിൻ്റെ ആ ഒരു വേറൊരു ഡയമെൻഷൻ കിട്ടില്ല. ഒരു ഡെവലപ്പറുടെ വ്യൂ പോയിന്റും ടെസ്റ്ററുടെ വ്യൂ പോയിന്റും വ്യത്യാസമായിരിക്കും. അപ്പോൾ ടെസ്റ്റിംഗ് ഉണ്ടെങ്കിൽ എന്താണ്, ടെസ്റ്റർക്ക് വേറൊരു വ്യൂ പോയിന്റ് ഉണ്ടാവും. വേറൊരു കസ്റ്റമറുടെ എൻഡ് യൂസറുടെ പലതരം കസ്റ്റമേഴ്സിൻ്റെ വ്യൂ പോയിന്റിൽ നമുക്ക് ആ പ്രൊഡക്റ്റിനെ വിലയിരുത്താനും കൂടുതൽ സജഷൻ കൊടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ടെസ്റ്റിംഗ് ടീം എന്ത് ചെയ്യണം, ആ പ്രൊഡക്റ്റിന് കുറച്ചും കൂടി എൻഹാൻസ്മെന്റ് നൽകുന്നുണ്ടെന്നാണ് സത്യം. അപ്പോൾ അതാണ് 5ാമത്തെ പോയിന്റ്. അപ്പോൾ ഇതിലെ എല്ലാ പോയിന്റും ഓർത്തിരുന്നെങ്കിലും 2-3 പോയിന്റെങ്കിലും മെയിനായിട്ട് ഓർത്തിരുന്നാൽ ഇന്റർവ്യൂവിന് നമുക്ക് ചോദിക്കുമ്പോൾ പറയാൻ സാധിക്കും. അപ്പോൾ ഇനി പറയാറുള്ളത്, ആർക്കെങ്കിലും ഓൺലൈനായിട്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ട്രെയിനിങ് ആവശ്യമുള്ളവരും ഇൻഡിവിജ്വലായിട്ട് ട്രെയിനിങ് ആവശ്യമുള്ളവരും വർക്കിംഗ് പ്രൊഫഷണൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നവർക്കുള്ള ഓൺലൈനായിട്ട് ട്രെയിനിങ് ആവശ്യമുള്ളവരും പെയ്ഡ് ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Okay, see you.